OR കേളു മന്ത്രിയാകുന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ MP ആയി പോകുന്ന ഒഴിവിലേക്ക് OR കേളു മന്ത്രിയാകുന്നു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറാണ് OR കേളു ആണ് മന്ത്രിയാവുക എന്ന വാർത്ത നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി MLA OR കേളു മന്ത്രിയാവുകയാണ്. പട്ടികജാതി വകുപ്പ് മന്ത്രിയായി OR കേളു തെരഞ്ഞെടുക്കപ്പെടുകയാണ്. പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാനാകുന്നത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനമാണ് OR കേളുവിനാണ് സാധ്യത എന്നുള്ള വിവരം നമ്മളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. OR കേളു മന്ത്രിയാകുന്നു. പട്ടികജാതി വകുപ്പ് മന്ത്രിയായി OR കേളു സ്ഥാനമേൽക്കും. ഇക്കാര്യത്തിൽ CPM സംസ്ഥാന സമിതി തീരുമാനമെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പം മുമ്പാണ് ഈ തീരുമാനം വ്യക്തമായിരിക്കുന്നത്. OR കേളുവിനാണ് സാധ്യത എന്നുള്ള വിവരം ശ്രീജിത്ത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. മന്ത്രി രാധാകൃഷ്ണന്റെ ഒഴിവിൽ OR കേളു മന്ത്രിയാകുന്നു. കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി MLA OR കേളു മന്ത്രിയാകും. പട്ടികജാതി വകുപ്പ് ഇനി OR കേളുവിനാണ്. നേരത്തെ ദേവസ്വം വകുപ്പ് അടക്കം കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ആ വകുപ്പുകൾ കൂടി നൽകുമോ എന്നുള്ള അറിയേണ്ടതാണ്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ശ്രീജിത്തിന്റെ വാർത്ത ശരിയായിരിക്കുന്നു. OR കേളുവിനാണ് സാധ്യത എന്നുള്ള കാര്യം ശ്രീജിത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ OR കേളു പട്ടികജാതി വകുപ്പ് മന്ത്രിയാകുമെന്നുള്ള വിവരം ലഭിക്കുകയാണ്. നമുക്കിപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്മൃതി, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന ചരിത്രപരമായ തീരുമാനമാണ് OR കേളുവിന്റെ മന്ത്രിസ്ഥാന ലബ്ധിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് ആദ്യമായി അധികാരത്തിലേറുന്ന ആദിവാസി വിഭാഗത്തിലുള്ള മന്ത്രിയാണ് OR കേളു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. മാനന്തവാടിയെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. നേരത്തെ തിരുനെല്ലി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ദീർഘകാലം ഭരണരംഗത്ത് പരിചയമുള്ള ഒരു നേതാവാണ് OR കേളു. കഴിഞ്ഞ 2 ടേമായിട്ട് 2016 ആദ്യമായി മാനന്തവാടിയിൽ നിന്ന് OR കേളു ജയിക്കുന്നത്. 2021 അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് വിജയിച്ചു. ഇപ്പോൾ ഈ 2ാം ടേമിലാണ് അദ്ദേഹം MLA ആയിട്ട് അവിടെ നിന്ന് വരുന്നത്. മാത്രമല്ല, CPMന്റെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വർഗബഹുജന സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് OR കേളു. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ കാലത്ത് പട്ടികജാതി വിഭാഗത്തിനായിരുന്നു പരിഗണന ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി വന്നിരിക്കുന്നു. UDFന്റെ കാലത്ത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ട്. 2011-16 കാലത്ത് മാനന്തവാടിയിൽ നിന്നുള്ള PK ജയലക്ഷ്മിയാണ് കേരളത്തിലെ ആദ്യത്തെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി. അതുപോലെ തന്നെ ഒരു ചരിത്രപരമായ തീരുമാനം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൈക്കൊണ്ടിരിക്കുന്നു, CPM കൈക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് OR കേളുവിന്റെ മന്ത്രിസ്ഥാന ലബ്ധി ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ഇപ്പോൾ പട്ടികജാതി വകുപ്പാണ് ഇപ്പോൾ OR കേളുവിന് നൽകിയിരിക്കുന്നത്. നേരത്തെ കെ രാധാകൃഷ്ണൻ ചുമതല വഹിച്ചിരുന്ന ദേവസ്വം വകുപ്പ് പക്ഷേ അദ്ദേഹത്തിന് നൽകുന്നില്ല. അത് VN വാസവനാണ് എന്നുള്ള വിവരം ലഭിക്കുകയാണ്. ആ കാര്യങ്ങൾ കൂടി ഇപ്പോൾ ആദിൽ പാലോട് നൽകും. ആദിൽ, കെ രാധാകൃഷ്ണൻ ചുമതല വഹിച്ചിരുന്ന മുഴുവൻ വകുപ്പും OR കേളുവിന് നൽകുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ പട്ടികജാതി വിഭാഗം വകുപ്പ് മാത്രം നൽകിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ദേവസ്വം വാസവന് നൽകാനുള്ള തീരുമാനവും വന്നു കഴിഞ്ഞു? ദേവസ്വം VN വാസവന് നൽകാനുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് VN വാസവൻ. ദേവസ്വം പോലുള്ള അതിപ്രധാനമായ ഒരു വകുപ്പ് ഇപ്പോൾ ഈ പരിസ്ഥിതി ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇങ്ങനെയൊരു വകുപ്പ് VN വാസവന് നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കേണ്ടി വരും. മുതിർന്ന അംഗം CPMലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ VN വാസവന് ദേവസ്വം നൽകുന്നു. കൂടുതൽ കരുതലോടെ ഇടപെടേണ്ട വകുപ്പാണ് ദേവസ്വം എന്നത് വ്യക്തമാണ്. OR കേളുവിന് മാനന്തവാടി MLA OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ SC/ST ക്ഷേമം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 3 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കെ രാധാകൃഷ്ണൻ വഹിച്ചുകൊണ്ടിരുന്നത്. SC/ST വകുപ്പ്, ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ്, ദേവസ്വം വകുപ്പ് എന്നിങ്ങനെ 3 വകുപ്പുകളാണ് കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. അതിൽ SC/ST വകുപ്പ് മാത്രം OR കേളുവിന് നൽകുന്നു. പാർലമെന്ററി കാര്യം MB രാജേഷിനാണ് നൽകിയിരിക്കുന്നത്. മുൻ സ്പീക്കറായിരുന്നു. നിയമസഭാ നടപടികളെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ MB രാജേഷിന്
രാജേഷിന് CPM സംസ്ഥാന സമിതി അംഗമാണ് എം പി രാജേഷിന് പാർലമെന്ററി കാര്യ വകുപ്പ് കൂടി കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എക്സൈസും ഒപ്പം തദ്ദേശ വകുപ്പ് കൂടി കൈവശം വെച്ചിരിക്കുന്നത് എം പി രാജേഷാണ്. എം പി രാജേഷ് സ്പീക്കറായിരുന്നു. പിന്നീട് ഇങ്ങോട്ടെത്തുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ MV ഗോവിന്ദൻ കൈവശം വെച്ചിരുന്ന വകുപ്പുകളാണ് എം പി രാജേഷിന് നൽകിയത്. എം പി രാജേഷിന് പാർലമെന്ററി കാര്യം കൂടി നൽകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CPM തീരുമാനമായി എടുത്തിരിക്കുന്നത്. VN വാസവന് നേരത്തെ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് പിന്നീട് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായപ്പോൾ തുറമുഖ വകുപ്പ് കൂടി വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള തുറമുഖ വകുപ്പ് കൂടി VN വാസവന് നൽകിയിരുന്നതാണ്. സഹകരണ വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. ആ വകുപ്പിന് ഒപ്പം തന്നെ ദേവസ്വം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി VN വാസവന് നൽകുന്നു. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ കരുതലോടെ സൂക്ഷ്മതയോടെ ഇടപെടേണ്ട വകുപ്പാണ് ദേവസ്വം എന്ന ബോധ്യം CPM-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ മുതിർന്ന സെക്രട്ടറി അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന്